ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സീ തെലുങ്കിൽ സംപ്രേഷണം ചെയ്ത കല്യാണ വൈഭോഗം എന്ന പരമ്പരയുടെ മലയാളം റീമേക്കാണ് സീ കേരളം സംപ്രേഷണം ചെയ്യുന്ന കൃഷ്ണഗാഥ. ഇരട്ട കുട്ടികളായ കൃഷ്ണയുടെയും ഗാഥയുടെയും കഥയാണ് ഈ പരമ്പര പറയുന്നത്. പ്രമുഖ ബിസിനസ്സുകാരിയുടെ ഇരട്ട കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർ വേർപിരിയുകയും പിന്നീട് മുതിർന്നവരായി കണ്ടുമുട്ടുകയും ചെയ്യുന്നു. കുടുംബത്തിലെ ആദ്യത്തെ മരുമകൾ മരിക്കുമെന്ന് ശാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് വിവാഹം ചെയ്യണമെന്ന് ഗാഥ നിർബന്ധം പിടിക്കുമ്പോൾ തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാനായി ബിസിനസ്സുകാരിയായ സിത്താര തന്റെ മകളുടെ അതേ മുഖഛായയുള്ള കൃഷ്ണ എന്ന പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നതാണ് പരമ്പര ആരംഭിക്കുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം കൃഷ്ണ തന്റെ മൂത്ത ഇരട്ട സഹോദരിയാണെന്നും അറിയുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമായി മാറുന്നു. പിന്നീട് നവീന്റെ കുടുംബം ഈ വഞ്ചനയെക്കുറിച്ച് മനസ്സിലാക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ക്രമേണ കൃഷ്ണയ്ക്ക് അവിടെയുള്ള എല്ലാവരുടെയും ഹൃദയങ്ങൾ നേടാൻ സാധിക്കുന്നു. അതേസമയം തന്നെ നടന്ന സംഭവങ്ങളിൽ തകർന്ന ഗാഥ നവീന്റെ അമ്മാവന്റെയും അമ്മായിയുടെയും സഹായത്തോടെ കൃഷ്ണയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയും അവളെയും നവീനെയും വേർപെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ സിത്താരയും കൃഷ്ണയും ചേർന്ന് എല്ലാ സാഹചര്യങ്ങളും സമർത്ഥമായി കൈകാര്യം ചെയ്യുകയും പ്രശ്നത്തിൽ നിന്നെല്ലാം തന്നെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നവീന്റെ കുടുംബം ഒരു അപകടത്തിൽപ്പെടുകയും ഗർഭിണിയായ കൃഷ്ണയെ കാണാതാവുകയും ആ കുടുംബം കൃഷ്ണ മരിച്ചതായി കണക്കാക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് 7 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. കൃഷ്ണ ജീവിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ഭൂതകാലം മറന്ന് നവീന്റെ ഇരട്ട കുട്ടികൾക്കൊപ്പം ഒരു വൃദ്ധന്റെ കുടിലിൽ താമസിക്കുന്നതായാണ് കാണിക്കുന്നത്. ഒരു കുട്ടിക്ക് കൃഷ്ണയുടെ അതേ സ്വഭാവമാണെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് നവീന്റെ അതേ ധാർഷ്ട്യവും ഷാഢ്യവും ഒക്കെയുള്ള ഒരാളായി കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നവീന്റെ പിയയുടെ വീടിന്റെ അടുത്തേക്ക് കൃഷ്ണയും കുട്ടികളും താമസം മാറുന്നതും നവീൻ കൃഷ്ണയും കുട്ടികളെയും തിരിച്ചറിയുന്നതുമാണ്. അതേസമയം സത്യങ്ങളോടെല്ലാം പൊരുത്തപ്പെടുന്ന ഗാഥ നവീൻ തനിക്ക് സ്വന്തമാകാത്തത് കൊണ്ട് തന്നെ നവീൻ ഇനി ജീവനോടെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നവീനെ കൊല്ലാനായി പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ നവീൻ അപകടം സംഭവിക്കുന്ന അതേസമയം തന്നെ കൃഷ്ണയ്ക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയും നവീന് വേണ്ടി പ്രാർത്ഥിക്കാനായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന കൃഷ്ണയുമാണ് കാണിക്കുന്നത്. തുടർന്ന് ശാപത്തിന്റെ ഫലമായി ക്ഷേത്രത്തിൽ മരിച്ചു വീഴുന്ന കൃഷ്ണയെയാണ് കാണിക്കുന്നത്. പിന്നീട് ഗാഥയെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുന്നതും കൃഷ്ണയുടെ മക്കളുടെ കഥയുമാണ് കാണിക്കുന്നത്. ഇതേ ഇതിവൃത്തം തന്നെ സീ കേരളം ചാനൽ പിന്തുടരുമോ അതോ പുതിയ തലങ്ങളിലേക്ക് കഥ കൊണ്ടെത്തിക്കുമോ എന്ന് വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.